നക്ഷത്രേ, നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക, നിനക്കെന്താ താഴത്തിറങ്ങി വന്ന്? ഞാൻ തന്ന സാരി മര്യാദയ്ക്ക് കൊടുത്ത് താഴെ വന്നില്ലെങ്കിൽ അവരിപ്പോൾ വരും. അല്ലെങ്കിൽ നീ ഒരുങ്ങി താഴെ വന്നോണില്ലെങ്കിൽ എന്നെ കൊണ്ട് വടി എടുപ്പിക്കല്ലേ. നക്ഷത്രേ, എന്താ ഞാൻ ചത്തിട്ടൊന്നുമില്ല. ആ സാരി വിട്ട് പെട്ടെന്ന് താഴോട്ട് വന്നേ. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നിന്റെ കല്യാണം ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നീ ഒരുങ്ങി താഴെ വന്നേ, കളിക്കാതെ. എനിക്ക് എത്ര വയസ്സ് കാണും, അങ്ങേർക്ക് എത്ര വയസ്സ് കാണും, അമ്മ ചിന്തിച്ചൂടെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നക്ഷത്രം മര്യാദയ്ക്ക് ഒഴുകി താഴെ വന്നില്ല. നിങ്ങൾ പറഞ്ഞ എന്ത് വേണേലും ഞാൻ അനുസരിച്ച് നിന്നോളാം. പ്ലീസ്, ഇത് വേണ്ട. എനിക്ക് 15 വയസ്സല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നക്ഷത്രേ. മര്യാദയ്ക്ക് നീ താഴെ വന്നോ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗാ. പെട്ടെന്ന് വന്നോണം, അവരിപ്പോൾ വരും. എന്റെ ദൈവമേ, എനിക്ക് മാത്രം എന്തെങ്ങനെ? നക്ഷത്രേ, താഴോട്ട് വാ, അവര് വന്നു. അയ്യോ, അവര് വന്നു. ഞാൻ എന്തോ കൊടുക്കും? നക്ഷത്രേ, താഴോട്ട് വാ. പിന്നെ നിന്നോട് ഞാൻ ആ സാരി എടുക്കാൻ പറഞ്ഞല്ലേ, നീ എന്താ ഇടാഞ്ഞേ? ഓ, അത് സാരമില്ല. അവൾ ഇട്ടില്ലേലും കുഴപ്പമില്ല. ഈ ഡ്രസ്സ് കൊള്ളാം, ഇതൊക്കെ ചേരുന്നുണ്ട്. ഓ, സാരി ഇരിക്കുന്നില്ലേ? ഇരിക്കാം. എനിക്കൊരു 12 മണിയാകുമ്പോൾ ഒന്ന് പോകണമായിരുന്നു. അപ്പം ഇപ്പോൾ 10:30 ഉള്ളൂ. ബട്ട് എനിക്ക് കുറച്ച് നേരത്തെ പോകണം. ഒരു മീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് നേരത്തെ ഇറങ്ങാമായിരുന്നു. ഓ, ആ സാരിയില്ല സാർ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നക്ഷത്രം, ഇവിടെ വേണ്ട, വേണ്ടായിരിക്കേ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക. ഓ ഓ സാർ, ശരി. ഇറങ്ങ, എൻ്റെ വീടെത്തി. അമ്മ, അമ്മ, വേണ്ട, ഞങ്ങൾ വന്നു. നിങ്ങൾ വന്നോ? അപ്പോൾ എങ്ങനാ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇവളെ കൊണ്ടുപോയി റൂമൊന്ന് കാണിക്കാം. ഞാൻ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവേ. ആടമ്മ, ശരി. അപ്പോൾ റൂം കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നോ. ഞാൻ വരുമ്പം ഡോർ തുറന്നാൽ മതി. ഡി നക്ഷത്രേ, ഡോറ് തുറക്ക്, ഞാൻ വന്ന്. ഡോറ് തുറ. ഞാൻ വരുക, ഒരു മിനിറ്റ്. നീ ഉറങ്ങിയായിരുന്നോ? ചെറുതായിട്ട്. ഇങ്ങോട്ട് വന്നേ. വീട് പ്ലീസ്. നിൽക്കവിടെ, അവിടെ അടങ്ങി നിന്നേ. വീട്. നീ എവിടെ ഓടിപ്പോന്നേ? അവിടെ നിൽക്കടി. അത് കണ്ടില്ലേ, 15 വയസ്സുള്ള ഒരു കൊച്ചിനെയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കുന്നു. അവൻ്റെ മോളാവാനുള്ള ഒരു പ്രായമുണ്ട് ആ കൊച്ചിന്. താരാടാ ഓടിപ്പോന്നേ? നീയൊക്കെ എന്തോ പഴം മെഴുങ്ങി നോക്കൂ നിൽക്കുക. അവിടെ പിടിച്ചോണ്ട് വാ. നിൽക്കണേ അവിടെ. എടുക്കുന്നല്ലോ. ഞാനിങ്ങനെ എങ്ങോട്ട് പോകും? എൻ്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഈ കാല് വിളിച്ച് നിൽക്കാം. മിസ്സായി. എനിക്ക് എങ്ങനെയാണെന്നറിയേണ്ട. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നോണം. എവിടുന്നാന്ന് വേണമെങ്കിലും. ഇന്ന് രാവിലെ തന്നെ എനിക്ക് അവളെ കണ്ടിരിക്കണം. മനസ്സിലായോ? പോയി നോക്കടേ. ഓക്കെ സാർ. തന്നന്നം താളത്തിലാടി മന്ദാരത്തമ്പയെ ഒന്നാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കൊമ്പിൻ്റെ ഓമനകൾ കാടിൻ്റെ ഏതാടി കൊച്ചെ നീ എന്തിനാ കാറി കയറിയിരുന്നേ? ഇറങ്ങി. ചേട്ടാ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഏതാടി കൊച്ചെ നീ നിന്നെ വീട്ടിൽ പോകാൻ നോക്കിക്കേ. പോവോ, ആരെങ്കിലും കണ്ടിട്ട് വേണം എന്നെ വല്ല തെറ്റിയിരിക്കാൻ. ഇറങ്ങി. ഞാനാണ് ഒരു പ്രായത്തെ ഒരു ചെറുക്കനും. ഇറങ്ങി. വല്ലവനും കണ്ടിട്ട് വേണം എന്നെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ചേട്ടാ, പ്ലീസ് അവനെ കൊണ്ടുപോകും. പ്ലീസ് ചേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കണം. ആരെതിനെ കൊണ്ടുപോകുന്നു? നീ എന്താ പറയണേ? ചേട്ടാ, പ്ലീസ്. നമ്മളെ കരയാതെ ഞാനെന്ത് കൊടുത്തു? നീ കരയാതെ കാര്യം പറഞ്ഞേ. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിൻ്റെ അമ്മയാണോ നിന്നെ ഇങ്ങനെ ഒരവസ്ഥയിലാക്കിയത്? അല്ല, അത് എൻ്റെ അമ്മയുടെ അനിയത്തിയാ. അപ്പം നിൻ്റെ അമ്മ
എൻ്റെ അമ്മയും അച്ഛനും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. നിനക്ക് സിബ്ലിങ്സ് ആരുമില്ല? ഇല്ല. അതെ, ഹലോ ചേട്ടാ, ഇതിൽ കൂടെ ഒരു കൊച്ചു ഓടി പോകുന്നുണ്ടായിരുന്നോ? ഒരു 15-14 വയസ്സ് കാണും. കണ്ടായിരുന്നോ? ചേട്ടാ പറയില്ല, ഞാനിവിടെ ഉണ്ടെന്ന് പറയില്ല പ്ലീസ്. എനിക്ക് നീ വെയിറ്റ് ചെയ്യാൻ പറയാം. ഇല്ലല്ലോ. ഓ അങ്ങനെയാണോ? ഓക്കെ, കണ്ടോ, അത്രേ ഉള്ളൂ കാര്യം. അവർ പോയി, നീ കരയാതിരിക്കടോ. അവർ പോയില്ലേ, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? അമ്മ ഞാൻ വന്നു. നീ വന്നോ? എടാ ഇതേതാടാ ഈ കൊച്ച്? നീ എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്? എനിക്ക് ഇത്രയും കൊച്ചുമായോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോഴേ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു, കുഞ്ഞിലെ അവനെ കൊണ്ടുപോയി വല്ല ബിസിനസ്സിലും ചേർക്കണ്ട, അവർക്ക് ഏതെങ്കിലും പെണ്ണും പിള്ളേരെ പ്രേമിക്കുമെന്ന് പറഞ്ഞതാ ഞാൻ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതവരൊക്കെ കാണുന്ന പോലെ നീ ഇപ്പൊ ശരിക്കും ഇങ്ങനെ ആയോടാ? അമ്മേ ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, എന്നോട് ഞാൻ മിണ്ടൂല. എന്ന് ഞാൻ അങ്ങേരെ വിളിച്ചു പറയും, നോക്കിയോ അങ്ങേരെ ഇന്ന് അന്ത്യം അങ്ങേറെ. എൻ്റെ അമ്മ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അയ്യോ, എങ്ങനെ അവർക്ക് ഈ കൊച്ചു കൊച്ചിനോട് ഇങ്ങനൊക്കെ ചെയ്യാൻ തോന്നുന്നു? അതല്ലേ ഞാൻ അമ്മ പറഞ്ഞത്. പറയാൻ സമയത്തുള്ളൂ, നോക്കില്ലേ. സോറിടാ മോനെ. ഞാൻ പറഞ്ഞത് ഈ സ്വഭാവം എടുത്ത് കളഞ്ഞോണോന്ന്. ചോറില്ലേ പിന്നെന്തുവാ? മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ആൻറ്റി. നിന്റെ പേരെന്തുവാ? നക്ഷത്ര. നക്ഷത്ര നല്ല പേരാണല്ലോ. എത്ര വയസ്സുണ്ട്? 15. 15 വയസ്സുള്ള കൊച്ചിനോട് ദൈവമേ. അത് പോട്ടെ, മോള് വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ ബാ, ഞാൻ കഴിക്കാൻ എടുക്കാം. വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാ നീ പോയി നീ ഫ്രഷ് ആയിട്ട് വാ. അമ്മ ഇവക്ക് ഉടുപ്പ്. അവളുടെ ഇല്ലേ ജെനിയുടെ ഉടുപ്പുണ്ടല്ലോ, അത് കൊടുക്ക്. അവളുടെ പണ്ടത്തെ ഉടുപ്പ് ഇവിടെ കാണുമല്ലോ. അത് ശരിയാണല്ലോ. ബാ, എന്നാ ഇതെൻ്റെ ഒരു കസിൻ്റെ ഉടുപ്പാണ്. നീ തൽക്കാലം ഇതിട്, എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വാ. കൊച്ചിനെ കാണാൻ പാവം തോന്നില്ലേ? അവളൊന്നും ശരിക്കും മിണ്ടുന്നില്ലല്ലോ. ചിലപ്പോൾ അതിൻ്റെ ഷോക്കിലായിരിക്കും മമ്മി. ഓ അതും ശരിയാ. നീ എന്തായാലും ആ കൊച്ചിനെ കുറിച്ചൊന്ന് അന്വേഷിക്കേട്ടാ. എങ്ങനെയാണെന്നറിയില്ലല്ലോ, ഒന്ന് അന്വേഷിച്ചേക്ക്. നാളെ രാവിലെ തന്നെ അമ്മമാരാണെങ്കിൽ ഇപ്പം തന്നെ അയക്കേ. അമ്മമാരൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ മമ്മി. ചേച്ചിയേ, ഞാനാ ലൂക്കസ്. നീ ആരുതാ? നീ അന്വേഷിച്ചോ? അന്വേഷിച്ചു. അവൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചിട്ടില്ല, അവർ ജീവനോടുണ്ട്. ബട്ട് അവരാരാന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഓ, ചിലപ്പം അവളെ ടേച്ച് പോയതായിരിക്കും. പക്ഷെ അവൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അവൾ ഒരു പാവം കൊച്ചാണ്. അമ്മ കഴിയാൻ ഉണ്ടാക്കിയോ? ഓ, നീ ഇറങ്ങിയ? ലൂക്കാസ്, നീ എന്താ ഇവിടെ? നീ അല്ലേടാ ഇന്നലെ പറഞ്ഞ ആ കൊച്ചിനെ പറ്റി അന്വേഷിക്കാൻ? എന്നിട്ട് അവള് പറയുന്നതൊക്കെ കറക്റ്റാണ്. ഓ, എന്തായാലും വരട്ടെ. അമ്മ എനിക്ക് വിശക്കുന്നു, കഴിക്കെടുക്ക. പിന്നെ ഞാൻ വലിയ ഹോട്ടലിലെ വാട്ടർസ് അല്ലേ, നീ ചോദിക്കുമ്പോൾ ഫുഡ് എടുത്തേരെ. വാട്ടർസാ? ഈ കടയിലൊക്കെ ഫുഡ് കൊണ്ടുവരുന്ന അത് വാട്ടർസ് അല്ല, വെയിട്രസ് തള്ളേ. എന്തേലും ആട്ടെ. പിന്നെ നിനക്ക് വെച്ചോണ്ടാക്കി തരുന്നതും പോരാഞ്ഞിട്ട് ഇനി ഞാൻ നിനക്ക് എടുത്തുകൂടെ തരാടാ. പോയെടുത്തീനടാ. ഓ ശരി മേഡം, ഞാൻ എടുത്ത് തിന്നാളാവേ. എന്നാ ചേച്ചി അങ്ങോട്ട് ഇറങ്ങുവാണേ. ചെറുക്കൻ, നിന്നോട് ഞാൻ എത്ര തവണ പറയണം അവനെ നീ അങ്കിളിനെ വിളിക്കാവൂന്ന്? നീ എന്തിനാ പേരെടുത്ത് വിളിക്കുന്നേ? പിന്നെ എന്തിനാ അങ്ങേര് അച്ഛനെ ചേട്ടാന്ന് വിളിക്കുന്നത്? ചേട്ടാന്നല്ലേ, അല്ലാതെ അങ്കിളെന്നല്ലല്ലോ. നീ മര്യാദയ്ക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അങ്കിളെന്ന് വിളിച്ചോണം. എങ്ങാണം പേരെടുത്ത് വിളിച്ചാലുണ്ടല്ലോ നീ എൻ്റെ അടുത്ത് ഇടി വാങ്ങിക്കും.
അവനതിന് സാധനത്തിൽ എന്താണെന്നും പറഞ്ഞ് നീ വിളിക്കൊന്നും വേണ്ട. ഓക്കെ മേഡം, ഞാൻ ആദ്യം ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. നീ കഴിക്കേ. പിന്നെ ഞാൻ ആ കൊച്ചിനെ അഡാപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ആ ഈ പിള്ളേരെ വാങ്ങിക്കോ അങ്ങനെയുണ്ട് ഒരു ഇതുണ്ടല്ലോ. ഓ അതെ തന്നെ ചെയ്താലോ? നീ എൻ്റെ ഫോർമാറ്റൊക്കെ ഒന്ന് ശരിയാക്ക്. എന്തിന്? നിനക്കൊരനിയത്തിയാവും, ഒരു കൂട്ടുമാവും. ഓ, എനിക്ക് കൂട്ടൊന്നും വേണമെന്നില്ല, ഞാൻ എത്ര വലിയ കുട്ടിയായില്ലേ. ആ വലിയ കുട്ടിയായതേ ഉള്ളൂ, എൻ്റെ ബുദ്ധിയൊന്നും വെച്ചിട്ടില്ല. നടിക്കാതെ. ഞാൻ എന്തായാലും പേപ്പറൊക്കെ ശരിയാക്കി കൊണ്ടുവരാം. ആ ഓ നീ എണീറ്റാ? വാ, നീ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ, ഞാൻ കഴിക്കെടുത്ത് വെക്കാം. ഓക്കെ ആൻറ്റി. ഇനി മുതൽ നീ എന്നെ ആൻറ്റീന്ന് വിളിക്കണ്ട, അമ്മന്ന് വിളിച്ചാൽ മതി. ഓക്കെ അമ്മ. കുറച്ചുകൂടെ മതി മതി മതി. ഓ ഒരെണ്ണം കൂടെ എടുക്കട്ടെ? 2 എണ്ണം കൊണ്ട് എന്തോ തികയാനാ കുട്ടി, കഴിക്കേ. വേണ്ട അമ്മ. എന്തോ അമ്മ, കൊച്ചിനെ തീറ്റിച്ച് കൊല്ലുവോ? നീ പോടാ. നീ ആ പേപ്പർ കൊണ്ടുവന്നോ? കൊണ്ടുവന്നിട്ടുണ്ടെന്നാ. മോളെ ഇതിലൊന്ന് സൈൻ ചെയ്യ്. ഇതെന്തുവാ? ഇത് അഡോപ്ഷൻ പേപ്പർ അടി, നീ സൈൻ ചെയ്യും. ഇവള് നമ്മുടെ ഫാമിലിയിലെ മെമ്പറായേ. എനിക്കൊരു അനിയത്തി കുട്ടിയെ കിട്ടിയേ. ചെറുക്കൻ തുള്ളി തുള്ളി എൻ്റെ ഫ്ലവർ വൈസ് അങ്ങനെ തെളി താഴെയിട്ട നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സോറി മൈ ഡിയർ മദറേ. അടി നക്ഷത്രേ, നീ ഒന്ന് ഒരുങ്ങി നിൽക്കേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരും. നമുക്ക് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോകാം. നിനക്ക് പുതിയ ഉടുപ്പും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു തരാം. പിന്നെ ഇനി മുതൽ ഇവിടെ നക്ഷത്ര എന്ന് വിളിക്കണ്ട, ഞാൻ പുതിയൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാലോ അമ്മേ. പറ, എന്തുവാ പേര്? ലവിഷ്ക ജോർജ്. അടിപൊളി കിടക്കാച്ചി പേരാണല്ലോ അമ്മി. എവിടുന്ന് കിട്ടി? വേറെ എവിടെ നിന്ന്? ഗൂഗിളിൽ നിന്ന്. കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടോളാ, നീ പറ. ഇഷ്ടപ്പെട്ടു മമ്മി. അവൾക്ക് ഇഷ്ടപ്പെട്ട്, അത് മതി. അല്ല അമ്മി, എനിക്ക് നിങ്ങളുടെ ഒന്നും പേരറിയത്തില്ല. ഓഹോ അത് ശരിയാ, നമ്മുടെ ഒന്നും പേര് പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഞാൻ ഡേവിഡ് ജോ. എൻ്റെ പേര് ഹേന ജോർജ്. നിങ്ങളുടെ അച്ഛൻ്റെ പേര് ഡേവിഡ് ജോർജ്. അത് പറഞ്ഞപ്പോഴും ഓർത്തേ. അമ്മേ, അച്ഛനോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛനോട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ വിളിക്കുന്നൊക്കെ ഉണ്ടല്ലേ. പിന്നെ എനിക്കെന്താ വിളിച്ച? പിന്നെ നിന്നോട് പറഞ്ഞിട്ടാണോ ഞാൻ വിളിക്കാൻ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. നിങ്ങൾ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമല്ലേ? കടയിൽ പോകാൻ നോക്ക്. ഇപ്പം ഇറങ്ങിയാലേ നേരത്തെ കാലത്ത് വീട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ. നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി കാണാം. നിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഉള്ള കാര്യം ഓർത്തോണം. അതിനെങ്ങനെ അവിടെങ്ങനെ കളഞ്ഞിട്ട് പോരെയല്ലേ? നിനക്ക് ബോധവും വെളിവൊന്നും ഇല്ലാത്തതാ. മോളെ നോക്കി നിന്നാണ്, അവൻ്റെ കൂടെ നിൽക്കാവൂ. അവന് ബോധവും വെളിവൊന്നും ഇല്ലാത്തതാ, അവൻ ഇട്ടേച്ച് പോരും. ഞങ്ങൾ ഇറങ്ങുവാ. വാ ലാവി, നമുക്ക് പോവാം. ലാവിയാ? ലാവിഷ്കയുടെ ഷോർട്ട് ഫോം. നല്ല പേര്. എന്നാ പോയിട്ട് വാ, ഇപ്പം തന്നെ സമയം ഒരുപാടായി, ഇറങ്ങ്. ശരി ശരി ശരി, ടാറ്റാ. അവളെ കാണാൻ ക്യൂട്ടാ. ഇങ്ങനെ അവളുടെ പേരൻസിനെ അവളെ ഇട്ടേച്ച് പോകാൻ തോന്നി. ലാവി, ഇന്ന് നോക്കിക്കേ, ഇത് നല്ല രസല്ലേ? കൊള്ളാലോ. ഇന്ന് നിനക്ക് ശരി ഇതും എടുത്തേക്ക്.
ഞാനല്ലേ ഇപ്പം ടോയ്ലറ്റ് വരെ പോയിട്ട് വരാവേ. നീ ഇവിടെ നിൽക്കണേ, എങ്ങോട്ടും പോവല്ലേ? ഞാനെങ്ങോട്ടും പോവില്ല, ഇവിടെ നിന്നോളാം. ചേട്ടൻ പോയിട്ട് വാ. നീ ആ സ്റ്റോറിലൊക്കെ ഒന്ന് നോക്കിക്കുക, ആ കടയിലൊക്കെ കയറി നോക്കുക. എൻ്റെ മൂലയ്ക്ക് വല്ലതും കാണും അവള്. നോക്ക്. ദൈവമേ, ഇവരിവിടെയും വന്നു. ഞാൻ അങ്ങോട്ട് പോവും. തേണ്ടട നിൽക്കുന്നവള്, പോയി പിടിക്കടാ. നീ നിൽക്കടേ അവിടെ. ഇവിടെ വിളിച്ച് നിൽക്കാം. അവള് മിസ്സായെന്ന് തോന്നുന്നു. നോക്കടാ ശരിക്ക്, ഇവിടെ ഇങ്ങോട്ടാണ്ടാ വന്നത്. ലാവി വാ, നമുക്ക് പോവാം. ഇവളിതവിടെ പോയി.